അമ്മ ഇന്നെന്താ സ്പെഷ്യല്? ഇന്നിതാ നമ്മൾക്ക് വഴുതിരിങ്ങ വറുക്കുക, മുരിങ്ങയും പരിപ്പും കൂടി ഒരു കൂട്ടാനും വെക്കുക. വഴുതിരിങ്ങ നമ്മുടെ വഴുതിരിങ്ങ വറുത്തത് കുറെ പേര് ചോദിച്ചിട്ടമ്മ. അതെ, അപ്പൊ അതാ നൈസായിട്ട് ഇതെങ്ങനെ ആയിരിക്കുക. നൈസായിട്ട് അല്ലേ? അപ്പോഴാണ് ഞമ്മ മീൻ വറുത്ത പോലെ ഇരിക്കും. ഇതെങ്ങനെ ഇതാ തിരിച്ചും മറിച്ച് ഇടുമ്പോൾ ഒന്നും കേട് വരൂല. നേരെ കിട്ടും, ചന്തത്തിൽ കിട്ടും. തുടങ്ങാം നമുക്ക്. തുടങ്ങാം. അമ്മ എന്താ നമ്മുടെ വഴുതിരിങ്ങ വറുക്കല് പരിപാടി? ഉപ്പുമുളകും തിരുമ്പാ വന്നിട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നേ. വഴുതിരിങ്ങയൊക്കെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി അല്ലേ? ഇതെല്ലാം കൊട്ടുന്നുണ്ട്. തിരുമ്പാൻ പോണു അല്ലേ? അമ്മ ലേശം വിനാഗിരി ഒഴിക്കും. തുള്ളി അല്ലേ? തുള്ളി വിനാഗിരി ഒഴിച്ചു. നമുക്കൊരു 5 മിനിറ്റ് ഇതിൽ പിടിക്കട്ടെ. പിടിച്ച ശേഷം നമുക്ക് വറുക്കാം. അതിനെന്താ വഴുതിരിങ്ങ വറുക്കാൻ അമ്മ ദോശക്കല്ല് അടുപ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ അല്ലേ? അങ്ങനെ വഴുതിരിങ്ങയൊക്കെ അതാ നമ്മുടെ അവിടെ നല്ലോണം മൊരിയണം. പക്ഷെ നമ്മുടെ ആദ്യക്കൂട്ടാൻ LKG പഠിക്കുമ്പോൾ തുടങ്ങിയിട്ട് അവളുടെ മുഖ്യ കൂട്ടാനാണ് വഴുതിരിങ്ങ വറുക്കല്. അനിയത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് വഴുതിരിങ്ങ വറുത്തത്, ഉരുളക്കിഴങ്ങ് വറുത്തത്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആഹാരം. തേങ്ങ ചമ്മന്തി അതാണ് അമ്മ വേവിച്ചിട്ടും വേവിക്കാണ്ട് 2 തരത്തിലും ഒന്നരാണ് ഇതല്ലേ വെക്കുക. അപ്പോൾ ഈ വഴുതിരിങ്ങ നമ്മൾ വേവിച്ചിട്ടും മറ്റേ വറുക്കും. ഒന്ന് വേവിക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റുക, വറുക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ ആ രീതിക്ക് വെക്കുന്ന വീഡിയോ നമുക്ക് ഇനി ഒരു ദിവസം ഇടാം. അങ്ങനെ അപ്പോൾ വഴുതിരിങ്ങയൊക്കെ ഒരുവിധം മൊരിഞ്ഞു. അമ്മ ഇതാ എടുക്കണു. അപ്പോൾ വഴുതിരിങ്ങ വറുത്തത് പറഞ്ഞ കാര്യം നമ്മ പറയുമ്പോൾ നിസ്സാരമാണെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഇത്തിരി മോര് ഒഴിച്ചിട്ടാണെങ്കിലും നമുക്ക് നന്നായിരിക്കും ഉണ്ണാൻ. മുളക് വറുത്ത പുളിയാണെങ്കിലും അങ്ങനത്തെ എന്തിനാണെങ്കിലും ഇത് കൂട്ടി ഉണ്ണാം. മീൻ വറുത്ത പോലെ ഇതായിരിക്കണം, വേണ്ട നന്നായിരിക്കും. സെറ്റായി. ഇതിന് വേറെ സ്പെഷ്യൽ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലമ്മ? അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അമ്മ ചെയ്ത പോലെ ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ അതൊക്കെ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.